ഹലോ ഗായ്സ്, കുഞ്ഞൂസ് വീണ്ടും 1.5 ആഴ്ചയ്ക്ക് ശേഷം അംഗൻവാടി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. വീട്ടിൽ നിന്നൊരു 10 മണിക്കോ അല്ലെങ്കിൽ 10:15 ഇറങ്ങിയാലും നമ്മൾ അംഗൻവാടി എത്താൻ എങ്ങനെ പോയാലും 11 മണിയാവും. കാരണം എന്താ, ഇതുപോലെ വഴി കാണുന്ന പൂച്ചയുടെ പിന്നാലെയും പട്ടിയുടെ പിന്നാലെയും പൂവിൻ്റെ പിന്നാലെയൊക്കെ അങ്ങോട്ട് പോകും. ആ പൂച്ചയുടെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അവൻ വഴി സൈഡിൽ അടുത്തത് കണ്ടുപിടിച്ചു, ഒരു പൂവ്. പിന്നെ ആ പൂവൊക്കെ പറിച്ചു കൊടുത്ത് അതും കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ റോഡ് സൈഡിൽ അതാ ഒരു ബട്ടർഫ്ലൈ. അതോ കണ്ടോ ബട്ടർഫ്ലൈ? വണ്ടി വരുന്നു, വണ്ടി പോവാം നമുക്ക്. ബട്ടർഫ്ലൈ പോയി. കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു വഴി എത്തുമ്പോൾ തന്നെ കുഞ്ഞൂസ് കുറച്ച് സൈലൻ്റ് ആവാൻ തുടങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അമ്മമ്മ വീട്ടിൽ പോകണ്ട പറയും. അവൻ അംഗനവാടിക്കാണ് അമ്മമ്മ വീടെന്ന് പറയുക. അതെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ പഠിക്കുമ്പോൾ മുതലുള്ള ആയമ്മയാണ് ഇപ്പോഴോട്ടുള്ളത്. അപ്പോൾ അവരെ അവൻ അമ്മമ്മ എന്നാണ് വിളിക്കുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ റോഡ് കുറച്ച് മോശമാണ് അംഗൻവാടിയുടെ അടുത്തേക്കുള്ളത്. കാരണം നേരെ പാടത്തേക്കുള്ള റോഡാണ്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഉറവ പൊട്ടിയിട്ട് മഴക്കാലമല്ലേ, അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക റോഡിൻ്റെ സൈഡിൽ കൂടെ. ശ്രദ്ധിച്ച് പോയില്ലേ ചിലപ്പോൾ പോണ പോലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. നടു കുളുക്കാനുള്ള ചാൻസ് ഉണ്ട് വീണിട്ട്. അങ്ങനെ ആ വെള്ളത്തിലൊക്കെ മെല്ലെ ഞങ്ങൾ കളിച്ച്. അപ്പോൾ ആ റോഡ് സൈഡിൽ അംഗൻവാടിയോട് ചേർന്ന് ഒഴുകുന്നുണ്ട് മതിലിൻ്റെ അടുത്തൂടെ. അപ്പോൾ ആ വെള്ളത്തിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മീനുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നേരെ അംഗൻവാടിയിലേക്ക് പോകും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ വേറൊരു മൂഡിലാണ് കേട്ടോ അംഗൻവാടിയിൽ. ഇതാണ് കേട്ടോ കുഞ്ഞൂസിൻ്റെ അംഗൻവാടി. അങ്ങനെ കൂട്ടുകാരെയൊക്കെ തൻ്റെ വരവറിയിച്ച് അവൻ ബാഗ് വാങ്ങി നല്ല കുട്ടിയായിട്ട് നേരെ പോകും. അപ്പോൾ ഇങ്ങനെ പോണ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവൻ എന്നും എങ്ങനെയാണ്? അല്ല കേട്ടോ, ഓരോ ദിവസം ഓരോ മൂഡാണ് ആശാന്. ഇന്നിപ്പം നല്ലപോലെ പോയി അടുത്ത ദിവസം നല്ല കച്ചറയായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാമെന്നറിയോ? ചിലപ്പോൾ കൊല്ലം പോകാം, എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടത്തുനിന്ന് ട്രെയിൻ കയറി പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുപോകുക. ഞങ്ങൾക്ക് അംഗനവാടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ യെല്ലോ കസേര തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ യെല്ലോ കസേരയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിതാ കയറിയിരുന്നു. ഇന്നാണെങ്കിൽ അംഗൻവാടിയിൽ ആയ മാത്രമേ ഉള്ളൂ, ടീച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പഠിക്കുവാനായി നിത്യവും ഞങ്ങൾ വന്നിടും ദൈവപുത്രനാ ഞങ്ങളെ കാത്തുകൊള്ളലും എൻ്റെ സഹോദരി